ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടിയെ കുറ്റപ്പെടുത്തി സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്ന് ആരോപിച്ച ഫാത്തിമ അബ്ദുൽ ലത്തീഫിനെതിരെ BJP പരാതി നൽകി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം നൽകിയ മറുപടി കുറ്റപ്പെടുത്തിയും ജനമേഖലയിൽ ഇന്ത്യ ആക്രമിച്ചു എന്ന തരത്തിൽ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്ന് ആരോപിച്ച MBBS വിദ്യാർത്ഥിയായ ഫാത്തിമ അബ്ദുൽ ലത്തീഫിനെതിരെ BJP പരാതി നൽകി. മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, മുൻ ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി A. ഗോപകുമാർ ഷൊർണൂർ DYSP ഓഫീസിൽ എത്തിയാണ് പരാതി നൽകിയത്. കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും നടക്കുന്ന ഈ യുദ്ധത്തിന്റെ മറവിൽ സിന്ദൂരം എന്നുള്ള ആ ഒരു സംവിധാനത്തില് ഷൊർണൂർ വാണിയംകുളം KK ദാസ് ഹോസ്പിറ്റലിലെ MBBS സ്റ്റുഡന്റ് ഫാത്തിമ പറഞ്ഞ ഒരു പെൺകുട്ടി പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അനുകൂലമായ മെസ്സേജ് ഇടുകയും ആ തീവ്രവാദികളുടെ മെസ്സേജ് ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്ത് ഒരു പ്രത്യേക തരത്തിൽ രാജ്യത്തിൽ നടക്കാൻ പാടാത്ത ഒരു സംവിധാനമാണ് KK ദാസിലെ ഈ സ്റ്റുഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ഞങ്ങൾ നിയമപരമായിട്ട് DYSPക്ക് പരാതി കൊടുക്കാൻ വന്നിരിക്കുകയാണ്. രാജ്യം ഒറ്റക്കെട്ടായി ഈ യുദ്ധത്തിന് നീങ്ങുമ്പോൾ ഈ രാജ്യത്തു നിന്ന് തന്നെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇത്തരം വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു ഫാത്തിമ പറഞ്ഞ പെൺകുട്ടി അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ ഇത്ര ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ അനുകൂലമായ പല പരിപാടികളും ഈ കുട്ടിയും ഇതിന്റെമായി ബന്ധപ്പെട്ട ആളുകളും ഒപ്പം ഉണ്ടായിരിക്കാം. ഈ കുട്ടി മാത്രമായിരിക്കില്ല. അപ്പോൾ ഇവിടെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചോറും തിന്നുകൊണ്ട് വളർന്ന് ഈ രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ തുറങ്കിലടക്കണം. അവരുടെ ഈ MBBSന്റെ എന്നുള്ള ഈ സംവിധാനം വരെ ക്യാൻസൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് പരാതി അയച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ പരാതി അയച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ DYSP അതിന്റെ യഥാർത്ഥ പരാതി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.